രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടില്ല, അട്ടിമറികൾ സംഭവിച്ചിട്ടില്ല. മോദി അധികാരത്തിലെത്തിയത് ജനപിന്തുണയുടെ ബലത്തിലാണെന്ന വാദവുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാർ BJP പ്രവർത്തകരെ വ്യക്തമായ ഒരു ചിത്രം സമ്മാനിക്കുന്നു. കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുൻപ് അവിടെ EVM-കളല്ല ഉപയോഗിച്ചത്, മറിച്ച് ബാലറ്റ് പേപ്പറാണെന്ന സത്യം തിരിച്ചറിയുക. ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ ജനവിധി എഴുതിയപ്പോൾ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പുറത്തു വന്നു എന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ വൻ മുന്നേറ്റം, അത് മാത്രമല്ല BJPക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടിയും. കണക്കുകൾ നോക്കാം. നിലവിൽ എണ്ണിയ, അതായത് നിലവിൽ ഫലം പ്രഖ്യാപിച്ച 1221 സീറ്റുകളിൽ കോൺഗ്രസിന് 509 സീറ്റുകളും BJPക്ക് 366 സീറ്റുകളും JDS-ന് 174 മറ്റുള്ളവർക്ക് 172 സീറ്റുകളുമാണ്. ബഹുദൂരം മുന്നിലാണ് കോൺഗ്രസ് എന്ന് വേണം പറയാൻ. അതായത് ബാലറ്റ് പേപ്പറിലൂടെ ജനാധിപത്യ സ്രോതസ്സുകളെ മാനിച്ചുകൊണ്ട് ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ജനാധിപത്യ രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ BJP പ്രവർത്തകരോട് ഒരിക്കൽ കൂടി പറയുന്നു, ആ നാടകം മാറ്റിവെച്ചുകൊള്ളുക. ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും നടത്തിയിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളിലെ അട്ടിമറിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്, വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും വോട്ടുകളുടെ കണക്കുകൾ കൂടിയും കുറഞ്ഞും കണ്ടിട്ടുള്ള കാഴ്ചകൾ പുറത്തു വന്നതോടുകൂടി നിങ്ങൾ വീണ്ടും അതിനെതിരെ EVM മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്ന് വാദിച്ച് മുന്നോട്ട് വരുമ്പോൾ കർണാടകയിലെ ചിത്രം പറഞ്ഞു തരുന്നുണ്ട്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് എന്ത് സംഭവിക്കും, രാജ്യത്ത് ആര് അധികാരത്തിൽ വരുമെന്നുള്ളത് വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും. EVM മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇതിലും വലിയ ഒരു വ്യക്തമായിട്ടുള്ള തെളിവ് നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുടനീളം മോദി തരംഗം എന്ന് പറയുന്നു. അങ്ങനെ മോദി തരംഗം എന്ന് പറയുമ്പോൾ കർണാടകയിൽ എന്ത് പറ്റി മോദി തരംഗത്തിന്? 2-3 ദിവസങ്ങൾ കൊണ്ട് അസ്തമിക്കുന്നതാണോ ഈ മോദി തരംഗം? കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എവിടെ പോയി BJP തരംഗം, എവിടെ പോയി മോദി തരംഗം? അവിടെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ അവിടെ എല്ലാം അസ്തമിച്ചു. EVM മെഷീനുകളിലെ തട്ടിപ്പുകൾ പൊതുജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു കാര്യം വ്യക്തമായി പറയാം, ഇനിയും ബാലറ്റ് പേപ്പറുകളിൽ തിരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞാൽ രാജ്യത്തുടനീളം ഉണ്ടാക്കിയ സാമ്പത്തിക തിരിച്ചടി, അത് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള വർഗീയ കലാപങ്ങൾ, രാജ്യത്തെ ജനങ്ങൾക്ക് പല രീതിയിൽ ഉപദ്രവം ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടം വീണ്ടും അധികാരത്തിലേറും എന്നുള്ളത് എങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.